ഈ ഇന്റർനാഷണൽ രൂപയുടെ മൂല്യം അങ്ങ് തകർന്നു പോയല്ലോ. അപ്പോൾ ഈ എക്സ്പോർട്ടർ ആയിട്ടുള്ള അങ്ങേക്ക് അത് ഒരു നേട്ടമല്ല, എങ്ങനെയാണ്? അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിന് പകരം ഇൻഡയറക്റ്റ്ലി നമുക്ക് തോന്നുന്നുണ്ട് മൂല്യം, അതായത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ വ്യവസായികളെ, എക്സ്പോർട്ടേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത ഒരു നിലപാടാണത്. നമ്മുടെ നാട്ടിലെ എക്സ്പോർട്ടേഴ്സിന്, അതായത് വ്യാവസായിക മേഖലയിലുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീൻ്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരാരെ സംരക്ഷിക്കുക? നമ്മുടെ ഇന്ത്യൻ റുപ്പീൻ്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിലക്കയറ്റം വരും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആരുടെ തലയിലാണ് ചെല്ലണ്? പാവപ്പെട്ടവരുടെ തലയിലാണ് ചെല്ലണ്. ധനികരെന്നും ധനികരായിട്ടിരിക്കണം, ദരിദ്രരൊന്നും അതിദരിദ്രരായിട്ടിരിക്കണം. അതാണ് അതിൻ്റെ സൈക്കോളജി. അങ്ങനെ വരാൻ പാടുള്ളൂ, അതാണ് അതിൻ്റെ ശരി. കാരണം ഈ ദരിദ്രയിലുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് സമ്പന്നരാകുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവുക? അടിത്തട്ടിലുള്ള ആൾക്കാർ മേലെ കയറുകയാണെന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അല്ലേ? മേൽത്തട്ടിലുള്ളവർ മേൽത്തട്ടിൽ തന്നെ ഇരിക്കണം, അടിത്തട്ടിലുള്ളവർ എന്നും അടിത്തട്ടിൽ തന്നെ ഇരിക്കണം. എന്നാലേ ഇതുണ്ട് റെഡി ആവുള്ളൂ. Something fishy?